ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി തിരമിസു ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ, ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ ഞാനിവിടെ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം റെഡി ആയതിനു ശേഷം അതിലേക്ക് 1 കപ്പ് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മളുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ലോട്ടസ് ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ക്രീം നേരത്തെ റെഡിയാക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ. ഇനി ഞാൻ ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഒന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ലോട്ടസ് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനി ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ തിരമിസ് ഇവിടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞൊരു ഈവനിങ്ങിലായപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിറ്റി ഹൈപ്പർ മാർക്കറ്റ്, ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സിറ്റി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. ഇവിടെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഭയങ്കര വലിയ ഷോപ്പായതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു ഫ്രീ ആയിട്ടൊന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ഷോപ്പാണ് കേട്ടോ സിറ്റി ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ആരെങ്കിലും ഖത്തറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഷോപ്പിലേക്ക് വന്ന് നോക്കുക. അപ്പോൾ ഇത് ഈ കാണുന്ന ഐറ്റംസിനൊക്കെ വെറും 4 റിയാൽ 5 റിയാൽ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ബൗൾസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്ത് രസമാണല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ എല്ലാത്തിനും വരുന്നത് 10 റിയാലാണ്. ഇത് ഈ കാണുന്ന ചെറിയ ബൗൾസിന് വെറും 4 റിയാലാണ്. പിന്നെ ഇതേ ഈ കാണുന്ന ബൗൾസിനൊക്കെ വന്നിട്ട് 10 റിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ ഇതേ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഇതേ കാണുന്ന മാംഗോസ്റ്റീന് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നെപ്പോലെ മാംഗോസ്റ്റീന്? അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ഇതേ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആകെ കൺഫ്യൂഷനാണ് ഏതെടുക്കണമെന്ന്. പിന്നെ പോയി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലോക്കറിൻ്റെ അവിടേക്ക് തന്നെ ഞാൻ എത്തിപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് ലോക്കറും കൂടി എടുത്തു. അപ്പോൾ ഇതേ കാണുന്ന കേക്കിന് 3 പീസ് കേക്ക് എടുത്തു കഴിഞ്ഞാൽ വെറും 10 റിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കേക്ക് എടുത്ത ടൈമിൽ എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും അത് എടുത്തിട്ടില്ല. പിന്നെ ഇതേ നമ്മളെ മെയിനായിട്ടുള്ള ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വേണ്ട കുറച്ച് ഒലീവ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബാക്ക് ടു സ്കൂൾ പറഞ്ഞിട്ട് കുറച്ച് ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന ടൈമിൽ എൻ്റെ മോന് ഫ്ലൈറ്റ് കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആളെപ്പോൾ പുറത്തേക്ക് ഇറക്കിയാലും ആൾ ഫസ്റ്റ് നോക്കുക ഫ്ലൈറ്റ് പോകണ്ടോന്നാണ്. അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.